നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഒരു മിനി സിറ്റിയുടെ മുന്നിലാണ്. കോഴിക്കോട് ടൗണല്ല, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു മിനി സിറ്റി. ഹൈലൈറ്റ് മാൾ, അതുപോലെ തന്നെ ഹൈലൈറ്റ് ബിൽഡേഴ്സ്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എല്ലാം അടങ്ങിയ ഒരു മിനി സിറ്റി തന്നെയാണ് ഹൈലൈറ്റ് സിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനുള്ളിലുള്ള കാഴ്ചകളാണ്. ഹൈലൈറ്റ് മാളാണത്. മുകളിൽ കാണുന്നത് ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ ബിസിനസ് പാർക്കുമാണ്. എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും തീരാത്ത കാഴ്ചകളും കാണാത്ത കാഴ്ചകളും അതാണ് ഇതിനുള്ളിലുള്ളത്. ഇതുവരെ ആരും ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാൾ സമുച്ചയമാണ് ഹൈലൈറ്റ് മാൾ. ഇപ്പോൾ ഹൈലൈറ്റ് മാളിലെ കുറച്ച് വിശേഷങ്ങളും ഒരുപാട് കാഴ്ചകളും നമ്മുടെ കോഴിക്കോടങ്ങാടിയിൽ കണ്ടുപോകാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. മനോഹരമായ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, കാഴ്ചകൾ കാണാനുണ്ട്. നേരെ വീഡിയോ ആണ്. ഞാനിവിടെ വന്നപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ വരുന്നത് പെരുന്നാളാണ്, ബലിപ്പെരുന്നാൾ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈലൈറ്റ് മാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാൾ സമുച്ചയമാണ് ഹൈലൈറ്റ് മാൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ഷോപ്പുകൾ ഉള്ളതും ഹൈലൈറ്റ് മാളിലാണ്. ഹൈലൈറ്റ് മാളിൻ്റെ മാത്രം പ്രത്യേകതയാണ് സ്നോ വേൾഡ്. മഞ്ഞിലൂടെ നടക്കാൻ ഒരു സ്ഥലം. കുറച്ച് കോസ്റ്റ്ലിയാണ്, കുറച്ച് ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. പക്ഷേ അതിൽ വേറൊരു അനുഭവമാണ്. സ്നോ വേൾഡിലെ ഒരു പ്രത്യേകതയാണ് നമുക്ക് അതിനുള്ളിലൂടെ നടക്കാനുള്ള സൗകര്യങ്ങൾ. നമുക്ക് മഞ്ഞിനുള്ളിലൂടെ നടക്കാം. അത് ഹൈലൈറ്റ് മാളിൽ മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ് മാളിനോട് ചേർന്ന് തന്നെയാണ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പാലക്സി സിനിമാസ്. 8 സ്ക്രീനുകൾ. കോഴിക്കോട് ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള മാളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രീന് കേരളത്തിലെ ആദ്യത്തെ എപ്പിക് സ്ക്രീനാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകതയും ഹൈലൈറ്റ് മാളിൻ്റെ മാത്രമാണ്.
ഇതിനുള്ളിലോട്ട് കടക്കുമ്പം തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ്. അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ വേറെ ലെവലാണ്. ലൈറ്റും കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് വേറെ ലെവലാക്കി എടുത്തിരിക്കുകയാണ്. നോക്ക്, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഇവിടെ എന്തിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് അത്ര കണ്ട് മനസ്സിലായിട്ടില്ല. ഹൈലൈറ്റ് മാളിൻ്റെയും ബിസിനസ് ഗ്രൂപ്പ് എല്ലാം കൂടിയാണോ അതോ പുതിയ പ്രൊജക്റ്റാണോ എന്നറിയില്ല. കേരളത്തിൽ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് മാളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. അതും എല്ലാം വലിയ വലിയ മാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഫുഡ് കോർട്ടുള്ള മാളും കൂടിയാണ് ഹൈലൈറ്റ് മാൾ. വലിയ ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളത്. എത്ര പേർക്ക് വേണമെങ്കിൽ ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ് സെൻ്ററുകൾ. ഇവിടെ വന്നിരിക്കുന്നത് വളരെ നേരത്തെയാണ്, രാവിലെ വന്നതാണ്. കുറേ വീഡിയോസ് എടുക്കാണ്ട്. അപ്പോൾ രാവിലെയാണ് ഹൈലൈറ്റ് മാളിൽ വന്നത്. അതുകൊണ്ട് തന്നെ തിരക്കുകളൊന്നുമില്ല. ഫുഡ് കോർട്ടൊക്കെ ഇപ്പോൾ കാലിയാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി ആകെ മാറും. നല്ല തിരക്കായിരിക്കും ഹൈലൈറ്റ് മാളിൽ. ഞാൻ രാവിലെ വന്നതും കുറേ വീഡിയോസ് കുറേ സ്ഥലത്ത് പോയിട്ടാണ്. അതുകൊണ്ടാണ് രാവിലെ ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പാലക്സി സിനിമാസാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗെയിം സോണുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് ഇവരുടെ ഗെയിം സോണുകളുടെ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഗെയിം സോൺ, പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം ഉള്ളത് ഹൈലൈറ്റ് മാളിലാണ്. എല്ലാം കൂടുതലും വലുതുമാണ് ഹൈലൈറ്റ് മാൾ. ഏറ്റവും വലിയ മാളാണ്. ഏറ്റവും വലിയ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, അതേപോലെ തന്നെ കളിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ സിനിമ, എല്ലാം വലുതാണ് ഇവിടുത്തെ. അടിപൊളി ഒരു ഗെയിം സോണാണ് അമീബ. അതാണ് ഈ ഗെയിം സെൻറ്ററിൻ്റെ പേര്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് 500 രൂപ 1000 രൂപ അങ്ങനെ ഒരു കാർഡാണ്, ATM കാർഡ് പോലത്തെ കാർഡാണ്. അത് നമുക്ക് റീചാർജ് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഒരു വർഷത്തേക്കൊക്കെ ഉള്ളതായിരിക്കും. നമുക്ക് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് എപ്പോൾ വേണേലും വന്നിട്ട് അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. റീചാർജ് ചെയ്യാനും കാർഡും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാനുള്ള ഗെയിം ഇതിൻ്റെ ഉള്ളിലുണ്ട്. മാളിനോട് ചേർന്ന് തന്നെ ബിസിനസ് പാർക്കുണ്ട്. അതിനുള്ളിൽ വലിയ കോൺഫറൻസ് ഹാള് മറ്റുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പാർട്ടി നടത്താനൊക്കെ പറ്റിയ നല്ല വലിയ ഹാളുകൾ അതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ബിസിനസ് പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ഒരു 12D സിനിമാസും കൂടെ ഉണ്ട്. 12D ഒരു വേറെ ലെവൽ സംഭവമാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രത്യേകതയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും ഉള്ളത് ഈ ഹൈലൈറ്റ് മാൾ തന്നെയാണ്. നമ്മളിതുവരെ പങ്കുവച്ചതേ ഹൈലൈറ്റ് മാളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം.
അതുവരേക്കും ബൈ ബൈ.